വീഡിയോ ടെക്നിക്സിലെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന ചാപ്റ്ററിൽ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ കുറിച്ചാണ്. നമ്മൾ ഒരു പരീക്ഷയുടെ മുൻപിലേക്ക് ഏകദേശം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. എങ്ങനെ ഒരു ടെസ്റ്റ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിലൊരു സെറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള എക്സാമ്പിൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഹിൻഡ് തരുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ഇതിനെ പരിഗണിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതിലെ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഓരോ ടേമും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിന് വളരെ അത്യാവശ്യമുള്ള ടേംസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഏതായിരുന്നാലും നമ്മൾ അറിയേണ്ടത് പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകാം, അല്ലെങ്കിൽ പോയിസം, അല്ലെങ്കിൽ ബൈനോമിയൽ, അങ്ങനെ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പാരാമീറ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. എന്നാൽ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റാത്ത ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതൊരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് കൃത്യമായി നിർവചിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് പറയുന്ന പേരാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ ഏതായാലും പാരാമെട്രിക് ടെസ്റ്റുകൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് കൃത്യം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ പോയിസോൺ ആണ് എന്ന്, അല്ലെങ്കിൽ ബൈനോമിയൽ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ള, അതിൽ ആ ഡിസ്ട്രിബ്യൂഷൻസിലെ ഏതെങ്കിലും പാരാമീറ്റേഴ്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിനെ സ്റ്റഡി ചെയ്യാനാകാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്റ്റഡി ചെയ്യാനാകാം, പ്രപ്പോർഷനെ സ്റ്റഡി ചെയ്യാനാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാകാത്ത ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ് എല്ലാമാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പാരാമെട്രിക് ടെസ്റ്റ് എന്നും നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നും രണ്ട് ടെസ്റ്റുകളുണ്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ. അതിൽ പാരാമെട്രിക് ടെസ്റ്റ് ഇതാണ്. പാരാമെട്രിക് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു പോപ്പുലേഷനിൽ നിന്നുള്ള ഒരു ഇൻഫറൻസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പോപ്പുലേഷനിൽ നിന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ പറഞ്ഞു വരും കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഞാനിപ്പം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മളൊരു പോപ്പുലേഷനിൽ നിന്നുള്ള പാരാമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ഒരു ഇൻഫറൻസ് ക്രിയേറ്റ്, ഒരു അസംഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കെല്ലാം 50% കൂടുതൽ മാർക്ക് ഉണ്ടാകും. ഇതൊരു അസംഷനാണ്, എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ കുട്ടികളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജും എടുക്കുക ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. ഇപ്പോഴത് വലിയൊരു ബുദ്ധിമുട്ടല്ല, സോഫ്റ്റ്വെയർസൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ എടുത്തിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഒരു 100-200 കുട്ടികളെ സാമ്പിൾ എടുക്കും. അങ്ങനെ സാമ്പിൾ എടുത്ത് സ്റ്റഡി നടത്തുന്ന സമയത്ത് അവരുടെ ആവറേജ് ഇത്രയെന്ന് കിട്ടിയിട്ടുണ്ടാകും. ആ ആവറേജ് ഈ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ സ്റ്റഡി നടത്തുക. അപ്പം നമ്മൾ ഈ സാമ്പിൾ എടുത്തിട്ട് ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് പ്രകാരമാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ആവശ്യമാണ്. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? ഈ പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ മീനോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ, അല്ലെങ്കിൽ പ്രൊപ്പോർഷനോ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ മീനോ, അല്ലെങ്കിൽ പ്രൊപ്പോർഷനോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. ഞാൻ നോട്ട് ആവശ്യപ്പെടുന്നവർക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. മാത്രമല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരും.
From a population of size n, we can take several sample size of small n. വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് ഒരുപാട് സാമ്പിളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഞാനിപ്പം പറഞ്ഞ പോപ്പുലേഷൻ പോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ എന്നുള്ളതിൽ നിന്ന് ഇഷ്ടം പോലെ സാമ്പിളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 100, 50, 10 ഒരുപാട് സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫോർ ഈച്ച് ഓഫ് ദീസ് സാമ്പിൾ വി ക്യാൻ കമ്പ്യൂട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര. ഈ ഓരോ സാമ്പിളിൽ നിന്ന് നമുക്ക് മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ യൂസിങ് ദീസ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വി ക്യാൻ ഫോം എ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഈ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഒരു മീൻ ഉപയോഗിച്ചിട്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചിട്ടോ, പ്രൊപ്പോർഷൻ ഉപയോഗിച്ചിട്ടോ, ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ചിട്ടോ, ഡിഫറൻസ് ഓഫ് മീൻ ഉപയോഗിച്ചിട്ടോ ഒക്കെ ആകാം ഈ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലെ റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ, ഇത് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പോപ്പുലേഷനിൽ ടോട്ടൽ ഐറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപ്സ് എൻ കൊണ്ടാണ്. എന്നാൽ സാമ്പിളിങ്ങിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സ്മോൾ എൻ കൊണ്ടാണ്. ക്യാപ്സ് എൻ കൊണ്ടാണ് പോപ്പുലേഷനിലെ മീനിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് റെപ്രസെൻറ്റേഷൻസ് ഇങ്ങനെ കൊടുക്കാം. representations. Population sample. ഇനി representation ഇവിടെ number of item ആണ് ആദ്യത്തത്. number of item. second one number of item കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് average അല്ലെങ്കിൽ mean. ആവറേജിനെ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യാം മ്യൂ എന്ന സൈൻ ഉപയോഗിച്ചിട്ടാണ്. സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ എക്സ് ബാർ, നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ പ്രപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രപ്പോർഷനെ റെപ്രസെന്റ് ചെയ്യുക പി എന്നുള്ള സൈൻ കൊണ്ടാണ്. സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ പി ക്യാപ്പ് എന്നുള്ള സൈൻ കൊണ്ടായിരിക്കും. ഇനി അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഇവിടെ സിഗ്മ എന്നുള്ള സൈൻ കൊണ്ടാണ് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദ ഹോൾ ഐറ്റത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്നുള്ള സൈൻ കൊണ്ടാണ്. സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ സ്മോൾ എസ് ആണ് യൂസ് ചെയ്യുക. ഇനി അത് ഡിഫറൻസ് ഓഫ് മീൻ, ഡിഫറൻസ് ഓഫ് പോപ്പുലേഷനൊക്കെ പ്രപ്പോർഷനൊക്കെ വരാം. ഡിഫറൻസ് ഓഫ് മീൻ ആണെന്നുണ്ടെങ്കിൽ μ1 മൈനസ് μ2 ആയിരിക്കും. സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ x⁻1 മൈനസ് x⁻2 ആയിരിക്കും. ഇനി ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ P1 മൈനസ് P2. സാമ്പിളിന്റെ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ P⁻1 മൈനസ് P⁻2. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഓരോ റെപ്രസെന്റേഷൻസ് ഓരോ ഐറ്റത്തിനുണ്ട്. അപ്പൊ ഈ റെപ്രസെന്റേഷൻസ് നമ്മളൊന്ന് പരിചയപ്പെട്ട് വെക്കണം ടെസ്റ്റ് നടത്തുന്നതിന് മുൻപായിട്ട്. ഇനി നമ്മൾ അറിയേണ്ട ടെസ്റ്റിംഗിൽ നമ്മൾ അറിയേണ്ട അടുത്തൊരു കാര്യമാണ് സ്റ്റാൻഡേർഡ് എറർ. എന്താണ് സ്റ്റാൻഡേർഡ് എറർ? നമുക്കറിയാം ഓരോ ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അതേപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ. അപ്പം മീൻ കൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് deviation പറയുന്ന പേരാണ് standard error. So for a sampling distribution it is possible to compute mean, standard deviation etc. The standard deviation of sampling distribution is known as standard error. Sampling distribution സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ. ഓർത്ത് വെക്കണേ, അടുത്ത ടേമാണ് സ്റ്റാൻഡേർഡ് എറർ. ഇപ്പോൾ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ള ഒരു ടേം പഠിച്ചു, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന ടേമിനെ പരിചയപ്പെട്ടു, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടേം പഠിച്ചു, അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ അറിയുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്താണെന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. വളരെ പ്രധാനപ്പെട്ട ടേമുകളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെൻറ്റേറ്റീവ് അസംപ്ഷൻ, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ട്രൂ. ഇതൊരു ടെൻറ്റേറ്റീവ് അസംപ്ഷൻ ആണ്, ഇതൊരു അസംപ്ഷൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയാകാം, തെറ്റാകാം. ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യപ്പെടേണ്ട അസംപ്ഷൻസ് ആകാം. അങ്ങനെയുള്ള അസംപ്ഷന് സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ്
ഹൈപ്പോത്തിസിസ്. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യപ്പെടുമ്പോൾ അതിന് പറയുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. നമ്മൾ വെച്ചിട്ടുള്ള അസംഷൻ, നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പറയുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. So an hypothesis is a statement or assumption meaning regarding population parameters. It may or may not be true. ശരിയാകും തെറ്റാകും അങ്ങനെയുള്ള പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള അസംഷനെ പറയുന്ന പേരാണ് ഹൈപ്പോത്തിസിസ്. The validity of an hypothesis is confirmed by conducting ടെസ്റ്റ് നടത്തിയിട്ടാണ് അതിന്റെ വാലിഡിറ്റി നമ്മൾ ഉറപ്പുവരുത്തുക. On sample observation. The procedure is known as testing of hypothesis. സാമ്പിൾ ഒബ്സർവേഷൻസിലാണ് ഈ ടെസ്റ്റ് നടത്തുക. അതിന്റെ പ്രൊസീജിയറിന് പറയുന്ന പേര് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നാണ്. അവിടെ ഹൈപ്പോത്തിസിസിൽ 2 ഹൈപ്പോത്തിസിസ് അവൈലബിൾ ആണ്. അതിലൊന്ന് നൾ ഹൈപ്പോത്തിസിസ്, ദ സെക്കൻഡ് വൺ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇപ്പൊ ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി 2 ഹൈപ്പോത്തിസിസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതിലൊന്ന് നൾ ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംഷൻ തന്നെയാണ്. ആ അസംഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട അസംഷനെ പറയുന്ന പേരാണ് നൾ ഹൈപ്പോത്തിസിസ്. ഈ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഹൈപ്പോത്തിസിസ്, ഇപ്പൊ ഞാനൊരു ഹൈപ്പോത്തിസിസ് വെച്ചു, ഞാനൊരു അസംഷൻ വെച്ച് കഴിഞ്ഞു. ആ അസംഷൻ ഇങ്ങനെയാണ്: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് ഉണ്ടാകും. ഇത് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട അസംഷനാണ്. ഇനി ആ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് തെറ്റായാൽ ഞാൻ സ്വീകരിക്കുന്ന ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അതിന്റെ ആൾട്ടർനേറ്റീവിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇത് ഞാൻ തെറ്റിയാൽ, നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണെങ്കിൽ ഞാൻ സ്വീകരിക്കേണ്ട ഹൈപ്പോത്തിസിസിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇപ്പൊ 2 ഹൈപ്പോത്തിസിസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. നൾ ഹൈപ്പോത്തിസിസ് ഇത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. അത് തെറ്റാണെങ്കിൽ സ്വീകരിക്കേണ്ട ഹൈപ്പോത്തിസിസിനെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. So null hypothesis. It is a hypothesis to be tested and it is denoted by H0. ഇതും കൂടി ഓർത്ത് വെക്കണം. ഇത് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് H0 എന്നാണ്. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. It is a hypothesis to be accepted while rejecting null hypothesis. Null hypothesis റിജക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട ഹൈപ്പോത്തിസിസ് ആണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് H1 എന്നാണ്. H1 എന്നാണ് ഈ ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 2 തരം ടെസ്റ്റുകൾ ഉണ്ട്: 2 tailed ടെസ്റ്റ്, 1 tailed ടെസ്റ്റ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ 2 തരം ടെസ്റ്റുകളുണ്ട്: 2 tailed ടെസ്റ്റ്, 1 tailed ടെസ്റ്റ്. അത് ഞാൻ ടെസ്റ്റ് പ്രൊസീജിയർ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്താണ് 2 tailed ടെസ്റ്റ്, എന്താണ് 1 tailed ടെസ്റ്റ്. ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു ടേമാണ് എറർ ഇൻ ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗിൽ എററുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ എറർ സംഭവിക്കാനുള്ള സാധ്യതയാണ് എറർ ഇൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. 2 തരം എറേഴ്സ് ആണ് ഉണ്ടാവുക: ടൈപ്പ് ഫസ്റ്റ് എറർ, ടൈപ്പ് സെക്കൻഡ് എറർ. ഇതെല്ലാം ഞാൻ പറയുന്നത് പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള തിയറികൾ മാത്രമാണ്. അതിലപ്പുറത്തേക്ക് ഈ ചാപ്റ്ററിലൊക്കെ തിയറിയും ടേംസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രോബ്ലത്തിന് അനിവാര്യമായിട്ടുള്ള തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈപ്പ് ഫസ്റ്റ് എറർ. ടൈപ്പ് ഫസ്റ്റ് എറർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എറർ സിറ്റുവേഷൻ ആണത്. നമ്മൾ ആക്സെപ്റ്റിംഗ് റിജക്ട് ചെയ്യുക എന്നുള്ള 2 സിറ്റുവേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ടൈപ്പ് ഫസ്റ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ H0 ട്രൂ ആണ്, നമ്മൾ വെച്ചിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ശരിയായിരുന്നു. ആ സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എററാണ്. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്നു, ശരിയായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്നു. ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ടൈപ്പ് ഫസ്റ്റ് എറർ. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ, ടൈപ്പ് സെക്കൻഡ് എറർ. ഇതൊരു എറർ തന്നെയാണ്. റിജക്ട് ചെയ്യപ്പെടേണ്ട ഒരു ഹൈപ്പോത്തിസിസ് ആയിരുന്നു, H0 ഫാൾസ് ആയിരുന്നു, തെറ്റായിരുന്നു, ബട്ട് വി ആർ ആക്സെപ്റ്റിംഗ് ഇറ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷനെ നമ്മൾ പറയുന്ന പേരാണ് ടൈപ്പ് സെക്കൻഡ് എറർ. H0 ഫാൾസ് ആണ്, ബട്ട് വി ആർ ആക്സെപ്റ്റിംഗ് ദാറ്റ്. ആ സിറ്റുവേഷൻ നമ്മൾ ടൈപ്പ് സെക്കൻഡ് എറർ എന്ന് പറയും. ടൈപ്പ് ഫസ്റ്റ് എററിനെ സിഗ്നിഫിക്കൻസ് ലെവലൊന്നും ആൽഫ ലെവലൊന്നുമല്ല എന്നൊക്കെ പറയാറുണ്ട് ടൈപ്പ് ഫസ്റ്റ് എററിന് കേട്ടോ. ഇപ്പൊ മനസ്സിലാക്കി നോക്കുക, ടൈപ്പ് സെക്കൻഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 ഫാൾസ് ആയിരുന്നു, പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. ടൈപ്പ് ഫസ്റ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 ട്രൂ ആയിരുന്നു,
പക്ഷെ നമ്മൾ റിജക്ട് ചെയ്യും. ഇനി നമുക്ക് നോക്കാം ടൈപ്പ് ഫസ്റ്റ് എറർ. റിജക്ടിങ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഹൈപ്പോത്തിസിസ് ട്രൂ ആവുന്ന സമയത്ത് റിജക്ട് ചെയ്യുക. Second one, type second error, that error of accepting null hypothesis when it is not true. തെറ്റായ null hypothesis തെറ്റാവുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക. ഇനി നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയറിലേക്ക് കടക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടെസ്റ്റ് പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്. സോ ഇനി നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. ടെസ്റ്റ് പ്രൊസീജിയറിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു, ടെസ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ് പ്രൊസീജിയർ. ഫിക്സ് എ നൾ ഹൈപ്പോത്തിസിസ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആകാം. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് 50% കൂടുതൽ മാർക്ക് ഉണ്ടാകും എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ 50% അവരുടെ മാർക്ക് എന്ന് ഞാൻ ഒരു ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യാം. സോ ഞാൻ അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. mu = 15. mu എന്ന് പറഞ്ഞാൽ ആവറേജ് മാർക്ക് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്നാണെന്ന് പരിഗണിക്കുക. സോ mu = 15. വളരെ സിമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനോട് കൂടിയിട്ട് ഞാൻ നൾ ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്തു. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമുക്ക് 3 തരത്തിൽ വെക്കാൻ വേണ്ടി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. 3 തരത്തിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യാം. ഒന്ന്, mu ≠ 50. mu 50 അല്ല എന്ന് പറയാം. ഇത് റിജക്ട് ചെയ്യപ്പെടുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് mu ≠ 50 ആണെന്ന് പറയാം, അല്ലെങ്കിൽ mu > 50 എന്ന് പറയാം, അല്ലെങ്കിൽ mu < 50 എന്ന് പറയാം. അപ്പൊ ഈ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എങ്ങനെയാ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനിൽ അനുസരിച്ചാണ് നമ്മൾ ഫിക്സ് ചെയ്യപ്പെടേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യനിൽ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി. നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നാണെങ്കിൽ നമുക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നാണെങ്കിൽ വലുതാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിജക്ട് H0 റിജക്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വെക്കേണ്ട ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വലുതാണ് എന്നായിരിക്കണം. ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് mu < എന്ന് പറഞ്ഞിട്ടായിരിക്കണം വെക്കേണ്ടത്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ ഇപ്പൊ നമ്മൾ നോക്കാം, mu ≠ 50 നമുക്ക് വെക്കാം, ഓർ mu <50 വെക്കാം, ഓർ mu <50 എന്നും വെക്കാം. ഈ 3 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമുക്ക് വെക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്, ഫിക്സ് ചെയ്യാറ്. നെക്സ്റ്റ് വൺ. ഇനി മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ടെസ്റ്റിലും എററുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു റിജക്ഷൻ റീജിയൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ എറർ സംഭവിക്കാനുള്ള സാധ്യതയെ പറയുന്ന പേരാണ് ടൈപ്പ് ഫസ്റ്റ് എറർ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ആൽഫ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഫസ്റ്റ് എറർ സംഭവിക്കാം. ആ ടൈപ്പ് ഫസ്റ്റ് എറർ സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ള ഫിക്സ് ചെയ്യലാണ് അടുത്തത്. ആൽഫ ഫിക്സ് ചെയ്യുക. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 1%, 2%, 5%, 10%. ഈ ആൽഫകളാണ് സാധാരണ ടെസ്റ്റിങ്ങിൽ ഉണ്ടാകാറുള്ളത്. ടെസ്റ്റില് ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് ഒരു ആൽഫയെ പറയുന്നില്ലെങ്കിൽ, ഒരു സിഗ്നിഫിക്കൻസ് ലെവലിനെ പറയുന്നില്ലെങ്കിൽ, നമ്മൾ സ്റ്റാൻഡേർഡ് ആൽഫ 5% ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ആൽഫ ഇത്ര വെച്ചിട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആൽഫ 5% ആണ്. ഇപ്പൊ നമ്മൾ ആൽഫ വരെയുള്ള ഭാഗം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ സ്റ്റെപ്പ്, ഡിസൈഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. പാരാമെട്രിക് ഉണ്ട്, നോൺ പാരാമെട്രിക് ഉണ്ട്. പാരാമെട്രിക് ടെസ്റ്റിൽ Z ടെസ്റ്റ് ഉണ്ട്, T ടെസ്റ്റ് ഉണ്ട്, F ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ
കൈസ്ക്വയർഡ് ഉണ്ട്, സൈൻ ടെസ്റ്റ് ഉണ്ട്, വിൽകോക്സൺ ടെസ്റ്റ് ഉണ്ട്, റൺസ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ടെസ്റ്റ് തീരുമാനിക്കുക. അപ്പം നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡോ ടിയോ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സെഡ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് എടുത്ത സാമ്പിളിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാമ്പിൾ 30-ൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സാമ്പിൾ 30-ൽ കുറവാണ് എടുത്തതെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ സെഡ്, ടി, എഫ്, കൈ സ്ക്വയർഡ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതിൽ ഏതാണോ അത് ചൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ. ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിൾ സെഡ് ആണ് ചൂസ് ചെയ്തത് നമ്മൾ കരുതുക കേട്ടോ. ഫിഫ്ത്ത് വൺ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇതാണെന്ന് നമുക്ക് ഒരു ഏറെക്കുറെയൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഡിസൈഡ് ക്രിട്ടിക്കൽ വാല്യൂ. ക്രിട്ടിക്കൽ വാല്യൂ ഡിസൈഡ് ചെയ്യുകയാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഡിസൈഡ് ക്രിട്ടിക്കൽ വാല്യൂ. ഇനി എന്താണ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിട്ടിക്കൽ വാല്യൂ ഫോം ചെയ്യുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഈ ടെസ്റ്റ് പ്രൊസീജിയറിനെ സംബന്ധിച്ചപ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ വാല്യൂ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് ക്രിട്ടിക്കൽ വാല്യൂ എന്നുള്ളത്. ഓരോ ടെസ്റ്റിലും ഒരു ആക്സെപ്റ്റൻസ് റീജിയനും ഒരു റിജക്ഷൻ റീജിയനും ഉണ്ട്. നമ്മൾ പറഞ്ഞു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ളതായിരിക്കും ടെസ്റ്റ്. സാധാരണ സെറ്റ് ടി ടെസ്റ്റുകളൊക്കെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് ആണെന്ന് കരുതുക. ഇനി അതില് ഒരു ഏരിയ റിജക്ഷൻ റീജിയൻ ആയിട്ടും ഒരു ഏരിയ ആക്സെപ്റ്റൻസ് റീജിയൻ ആയിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ റിജക്ഷൻ റീജിയൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ട് ചെയ്യപ്പെടുക ആൽഫയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ആണല്ലോ തെറ്റാനുള്ള സാധ്യത. തെറ്റാനുള്ള സാധ്യതയുടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യപ്പെടണമെന്നാണ്. അപ്പൊ തെറ്റാനുള്ള സാധ്യത ഒരു 5% ആണെന്ന് കരുതുക. ഇനി നമ്മൾ റിജക്ഷൻ റീജിയൻ തീരുമാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 tailed ടെസ്റ്റ് 2 tailed ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടെസ്റ്റുകളുണ്ട്. ഇപ്പൊ 1 tailed ആണോ 2 tailed ആണോ എന്ന് തീരുമാനിക്കുന്നത് റിജക്ഷൻ റീജിയന്റെ അടിസ്ഥാനത്തിലാണ്. റിജക്ഷൻ റീജിയൻ 2 ഏരിയയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 1 tailed ടെസ്റ്റ് ആണ്. 2 ഭാഗത്തുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റിജക്ഷൻ റീജിയൻ ഉണ്ടെങ്കിൽ 2 tailed ആണ്. ഇനി ഒരു സൈഡിൽ മാത്രമേ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മാത്രമേ റിജക്ഷൻ റീജിയൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 tailed ആണ്. കാര്യം മനസ്സിലായെന്ന് ഞാൻ ധരിക്കുന്നു. ഇനി 1 tailed ആണോ 2 tailed ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നോട്ട് ഈക്വൽ ടു 50 എന്നുള്ള രൂപത്തിലാണ് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 tailed ടെസ്റ്റ് ആണ്. 2 സൈഡിലും റിജക്ഷൻ റീജിയൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലെസ് ദാൻ 50 ആണ് എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ മാത്രമായിരിക്കും റിജക്ഷൻ റീജിയൻ ഉണ്ടാവുക. ഗ്രേറ്റർ ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മാത്രമായിരിക്കും റിജക്ഷൻ റീജിയൻ ഉണ്ടാകുക. അപ്പൊ ഒരു സൈഡിൽ മാത്രം റിജക്ഷൻ റീജിയൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വരുമ്പോഴാണ്. അപ്പൊ അത് 1 tailed ടെസ്റ്റ് ആയിരിക്കും. 1 tailed ടെസ്റ്റ് റൈറ്റ് tailed ആകാം, ലെഫ്റ്റ് tailed ആകാം. അപ്പൊ ലെഫ്റ്റ് tailed ആകാം ലെസ് ദാൻ 50 എന്ന് പറഞ്ഞിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യുമ്പോഴാണ്. റൈറ്റ് സൈഡ് ടെസ്റ്റ് ആകുക ഗ്രേറ്റർ ദാൻ 50 എന്നുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യുമ്പോഴാണ്. 2 tailed ആകുന്നത് നോട്ട് ഈക്വൽ ടു 50 എന്നുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്ക് നോക്കാം. ആൽഫ 5% ആണെന്ന് കരുതുക. മ്യൂ ഗ്രേറ്റർ ദാൻ 20 ആണ് 50 ആണ് എടുത്തതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്രിട്ടിക്കൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ഏരിയ ഈ 5% ഏരിയ 5% ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കർവിൽ വരയ്ക്കുമ്പോൾ നമുക്ക് 5% അതേപടി മാർക്ക് ചെയ്യാം. 5 നോർമൽ കർവ് ആണെന്ന് കരുതുന്നത്. താഴെ വെച്ച സ്റ്റാൻഡേർഡ് നോർമൽ കർവാണ് കേട്ടോ. ഇത് നോർമൽ കർവിൽ 5% ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. ഈ ഏരിയ ആണ് 5% ഏരിയ എന്ന് വരുന്നത്. ഇത് 100% ആണ്. ഇത് ഈ 5% ഏരിയ ആണ് തെറ്റാനുള്ള സാധ്യത, റിജക്ട് ചെയ്യപ്പെടേണ്ട ഏരിയ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിലേക്ക് വരയ്ക്കുമ്പോൾ ഈ 5%നെ നമ്മൾ 1ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ടോട്ടൽ ഏരിയ 100 അല്ല 1 ആണല്ലോ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. അപ്പൊ നമ്മൾ അതിനെ 5%നെ 1ലേക്ക് കൺവേർട്ട് ചെയ്യണം. 1ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 0.05 ആയിരിക്കും 5%ന്റെ സ്ഥാനത്ത് വരിക, 0.05. ഇനി ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ കർവിലെ നമുക്ക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അറിയാം ഈ ഒരു പോർഷൻ, ഈ ഒരു ഹാഫ് ഓഫ് ദ പോർഷൻ 0.5 ആയിരിക്കും എന്ന് നമുക്കറിയാം. പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ഹാഫ് ഓഫ് ദ പോർഷൻ 0.5 ആണ് എന്നുള്ളത്. ആ 0.5 ആണെങ്കിൽ ഇവിടെ 0.05 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ 0.45 ആയിരിക്കും. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ 0.45 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ Z വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ Z വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആ Z വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുസ്തകം ഉപയോഗിക്കുക. പുസ്തകത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉപയോഗിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ Z ടേബിൾ എടുക്കുക. Z ടേബിളിൽ 0.45 എന്നുള്ള ഏരിയ എവിടെയാണ് വരുന്നത് നോക്കുക. 0.4505 എന്ന് കാണാം. അതിനേക്കാളും അടുത്ത് 0.4495 ഉണ്ട്, 0.4505 ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഏറ്റവും 0.45 ഏറ്റവും അടുത്തിട്ടുള്ള ഏരിയ. 0.45ന്റെ Z വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ Z വാല്യൂ തന്നിട്ട് ഏരിയ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏരിയ ആണ് തന്നിട്ടുള്ളത്, ഇനി Z വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. 1.6 എന്നിവിടെ കാണാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1.65 ആണ് ഇവിടുത്തെ Z വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ 1.65 Z വാല്യൂ കിട്ടി. 1.65 ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തെറ്റാൻ സാധ്യതയുള്ള ഏരിയ ആണ്, ടൈപ്പ് ഫസ്റ്റ് എറർ സംഭവിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്, റിജക്ഷൻ റീജിയൻ ആണ്. ഇതെല്ലാം ആക്സെപ്റ്റൻസ് റീജിയൻ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആക്സെപ്റ്റൻസ് റീജിയൻ ഏതാണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ 1.65ന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ the whole are acceptance in acceptance region. ആക്സെപ്റ്റൻസ് റീജിയനിലാണെന്ന് നമുക്ക് പറയാം. 1.65ന്റെ താഴെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ ആക്സെപ്റ്റൻസ് റീജിയനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് H0 ആക്സെപ്റ്റ് ചെയ്യാം. 1.65ന്റെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ റിജക്ട് ചെയ്യണം. ഇതിപ്പോ നമ്മൾ റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇനി ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ, അതായത് μ<50 ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കുന്നു. ആൽഫ ഒരുവിധം ക്വസ്റ്റ്യനിലൊക്കെ 5% ആണ്. 2% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടേബിൾ വാല്യൂ കാണണമെന്ന് മാത്രം. ഇപ്പൊ നമ്മൾ ഇവിടെ 5% തന്നെ എടുക്കുന്നു. 5% ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരിക 5%. ആ 5%നെ 1ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.05 വരിക. ഈ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു 0.45 ആയിരിക്കും. ഈ ഏരിയയുടെ ഇത് മുതൽ ഇതുവരെയുള്ള ഇതിന്റെ Z വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ Z വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.65 ആണെന്ന് പറഞ്ഞു. ഇനി 1.65 ഇവിടെ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് -1.65 ആയിരിക്കും. ഇപ്പൊ -1.65ന്റെ മുകളിലേക്കുള്ളതിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ -1.65ന്റെ മുകളിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം H0 ഈസ് ആക്സെപ്റ്റബിൾ, ആക്സെപ്റ്റൻസ് റീജിയനിലാണുള്ളത്. -1.65ന്റെ താഴെയാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ H0 റിജക്ട് ചെയ്യപ്പെടും. സോ ക്രിട്ടിക്കൽ വാല്യൂ എവിടെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് റിജക്ട് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ക്രിട്ടിക്കൽ വാല്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ -1.65ന്റെ മുകളിലേക്ക് കിട്ടുക എന്ന സമയത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ ടു ടൈൽഡ് ടെസ്റ്റ് എടുക്കാം. ടു ടൈൽഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ μ=50 എന്നായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ μ=50 ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും റിജക്ഷൻ റീജിയൻ വരും. അങ്ങനെ രണ്ട് സൈഡിലും റിജക്ഷൻ റീജിയൻ വരണമെന്നുണ്ടെങ്കിൽ ഈ ആൽഫ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ 5% എന്ന് ആൽഫ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആൽഫ എടുത്തിട്ടുണ്ട്. ആ 5%നെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 2.5% നോർമൽ കർവിലാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിലേക്ക് മാറ്റുമ്പോൾ 0.025. ഇപ്പൊ നമ്മൾ ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4975 ആയിരിക്കും. ഇവിടെയും 0.4975
0.4975 ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ 0.4975. ഇനി 0.4975ന്റെ Z വാല്യൂ എന്താണെന്നുള്ളത് ടേബിളിൽ നോക്കിയിട്ട് മനസ്സിലാക്കണം ആ ഏരിയയുടെ. ഇപ്പൊ 0.4975 അല്ല 0.4750 0.4975 കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 0.5 മൈനസ് 0.025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.47 0.4750യുടെ ടേബിൾ വാല്യൂ എത്രയാന്നുള്ളത് നമുക്ക് നോക്കാം. 0.4750യുടെ ടേബിൾ വാല്യൂ നോക്കിയാൽ 0.4750യുടെ എക്സാക്ട് ഫിഗർ ഇവിടെ അവൈലബിൾ ആണ്. 1.96 ആണ് ടേബിൾ വാല്യൂ. സോ 1.96 എടുക്കും. 1.96 ഇവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഏരിയ വരും. ഇത് രണ്ട് സൈഡും റിജക്ഷൻ റീജിയൻ ഉണ്ട്. ഇവിടെ ഈ ഇടയിലുള്ള ഏരിയ മാത്രമാണ് ആക്സെപ്റ്റൻസ് റീജിയൻ. -1.96ന്റെയും +1.96ന്റെയും ഇടയിലാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കിട്ടുന്നതെങ്കിൽ എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്നുള്ളത് നമ്മൾ പറയുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ക്രിട്ടിക്കൽ വാല്യൂ ഇവിടെ കിട്ടി -1.96. ഇനി നമ്മൾ നെക്സ്റ്റ് ആറാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഡിസിഷൻ റൂൾ ഫ്രെയിം ചെയ്യുക. ഫ്രെയിം എ ഡിസിഷൻ റൂൾ. ഇപ്പൊ ഡിസിഷൻ റൂൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ റൂൾ ഫ്രെയിം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആക്സെപ്റ്റ് H നോട്ട് എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യുക? വെൻ z വാല്യൂ z ആണ് കാണുന്നതെങ്കിൽ z, t ആണ് കാണുന്നതെങ്കിൽ t, z in between അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ in between +or-1.96. z വാല്യൂ +or-1.96ന്റെ ഇടയിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ H നോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ്. 8 സ്റ്റെപ്പുകളാണ് ടെസ്റ്റ് പ്രൊസീജിയർ ഉള്ളത്. ഈ 8 സ്റ്റെപ്പ് ഇതേപടി എഴുതിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഏഴാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ z ആകാം, ഏതും ആകാം. അപ്പൊ നമുക്ക് z ന്റെ ഇക്വേഷൻ നോക്കാം. z is equal to x bar minus mu divided by standard error. ഇത് നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ് ബാർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, മ്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഇനി എല്ലാ കേസിലും അപ്ലിക്കബിൾ ആവുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇത് സാമ്പിൾ പാരാമീറ്റർ ആണെന്ന് നമുക്കറിയാം. സാമ്പിൾ പാരാമീറ്റർ സാമ്പിളിന്റെ ആവറേജിനെ സൂചിപ്പിക്കുന്നതാണ് ഇതെന്ന് അറിയാം. സാമ്പിൾ പാരാമീറ്റർ മൈനസ് ഇത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ പോപ്പുലേഷൻ പാരാമീറ്റർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി ഓരോ ടെസ്റ്റിനും z ടെസ്റ്റിലെ എക്സ് ബാറിന്റെ സ്റ്റാൻഡേർഡ് എറർ, പ്രൊപ്പോർഷന്റെ സ്റ്റാൻഡേർഡ്, അങ്ങനെ ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡ് എറർ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡ് എററിനെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സെഡിന്റെ സ്റ്റാൻഡേർഡ് എറർ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n ആണ് സെഡിന്റെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡ് എററുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് കൂടുതലൊന്നുമില്ല, ഉള്ള ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് അതിൽ ഉള്ള സ്റ്റാൻഡേർഡ് എററുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. സോ ഇത് നമ്മൾ ഏഴാമത്തെ സ്റ്റെപ്പോട് കൂടി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ 1 1.2 ഒക്കെയാണ് ആൻസർ കിട്ടിയെന്ന് കേട്ടത്. ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള എക്സാമ്പിൾ പ്രകാരം ഡിസിഷൻ റൂള് z in between +or-1.96 ആണ് ആകുന്ന സമയത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുക, ആൻസർ കിട്ടിയത് 1.2 ആണ്. ഇതിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 1.2 ആണെന്ന് കരുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു
നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കൺക്ലൂഷൻ ഫോം ചെയ്യണം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസിഷൻ റൂളിൽ നിൽക്കുന്ന വാല്യൂ ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശരിയാണ് എന്ന് പറയണം. അതല്ല ഇനി അതിന്റെ പുറത്താ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, H0 ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ H0 റിജക്ട് ചെയ്യുന്നു, H1 ആക്സെപ്റ്റ് ചെയ്യപ്പെടണം. അപ്പൊ നമ്മളിവിടെ നടത്തുന്ന സ്റ്റഡി ഇങ്ങനെയാണ്. നമ്മളൊരു പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സിലാണ് സ്റ്റഡി നടത്തുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിള് ആ പോപ്പുലേഷന്റെ പാരാമീറ്ററുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡി നടക്കുന്നത്. അപ്പം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കാണുന്നതോട് കൂട്ടിയിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ H0 ആക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ H1 ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ടെസ്റ്റ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഈ പ്രൊസീജിയർ മാത്രമായിട്ട് തന്നെ essay ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയർ ഹൈപ്പോതിസിസ് എന്താണെന്ന് എഴുതണം, ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് എഴുതണം, പിന്നെ സ്റ്റാൻഡേർഡ് എറർ, പിന്നെ ആൽഫ ടൈപ്പ് ഫസ്റ്റ് എറർ, ടൈപ്പ് സെക്കൻഡ് എറർ, പിന്നെ അതേപോലെ ടെസ്റ്റ് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഇതിൽ ഓരോന്നിനെയും കുറിച്ചിട്ട് എഴുതണം. 1 ടൈപ്പ് ടെസ്റ്റ്, 2 ടൈപ്പ് ടെസ്റ്റ് എന്താണെന്ന് എല്ലാം എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞ ഒരു 1.5 പേജിൽ നമ്മൾ തിയറി റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ 15 മാർക്കിന് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യാനായിരിക്കും, സെറ്റ് ടെസ്റ്റോ ടി ടെസ്റ്റോ അനോവയോ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിരിക്കും. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ പ്രൊസീജിയർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ, സെഡിന്റെ എക്സാമ്പിൾ, ഒരു സെഡ് ടെസ്റ്റിലേക്ക് കടക്കുകയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആകുമെന്ന് അറിയാം, എന്നിരുന്നാലും നമുക്ക് വളരെ അത്യാവശ്യമുള്ളതായതുകൊണ്ട് നമ്മൾ സെഡിന്റെ എക്സാമ്പിളിലേക്ക് കടക്കുകയാണ്. സെഡ് ടെസ്റ്റ്. സെഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഹൈപ്പോതിസിസ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. അതിൽ 30-ൽ കൂടുതൽ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ആവറേജിനെ കുറിച്ചിട്ടോ പ്രപ്പോർഷനെ കുറിച്ചിട്ടോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചിട്ടോ ഒക്കെയുള്ള ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ സെഡ് ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. സോ സെഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് വെൻ സാമ്പിൾ സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. 30-ൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. When the sample size is less than 30, t-test used for testing mean. Mean ടെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ t-test ആണ്, 30-ൽ താഴെയാണെങ്കിൽ യൂസ് ചെയ്യാം. In addition to some statistical tests such as comparison of mean between two samples or comparison of mean of one sample to a given constant are the exact z-test under certain assumption. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ രണ്ട് മീനുകളെ ടെസ്റ്റ് ചെയ്യാൻ, രണ്ട് ആവറേജുകളെ ടെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ചില അസംഷൻസ് ഉണ്ട്. അവിടെ H0 ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. H0 mu is equal to a specified value. ഒരു സ്പെസിഫൈഡ് വാല്യൂ ആണ് mu ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് mu is equal to 50. സ്പെസിഫൈഡ് വാല്യൂ ആണ്. അങ്ങനെ തന്നെ വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി H1 ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ഇത് അടുത്ത അസംപ്ഷൻ ആണ്. H1 ഫിക്സ് ചെയ്യുന്ന സമയത്ത് mu not equal to specified value, mu greater than a specified value, mu less than a specified value. ഇതൊക്കെ നമുക്ക് കൊടുക്കാം. H1 ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ഈ 3 ആൾട്ടർനേറ്റീവ് ഹൈപ്പോതിസിസുകളാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. ഇനി z is equal to, ഇവിടെ z ന്റെ ഇക്വേഷൻ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കാണുന്നത് z is equal to നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ x bar minus mu divided by standard error. സ്റ്റാൻഡേർഡ് എറർ എന്ന് x bar mu ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാനുള്ള ഹിന്റ് തന്നിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്തു തീർക്കുക എന്നുള്ളത് പറയും. വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതുവരെ കേട്ട